ఒరేయ్ ఒక్కర కళ్ళు ముందే ఒక్కరు చావాలి. అనుమతి లేనిదా ఎముడైనా కన్నెత్తి చూడడు. నువ్వు చూస్తావా? దిగింది. മൂവി ഇന്ന് റിലീസാണ്. വമ്പൻ ഹിറ്റാണ് തെലുങ്കു ഇൻഡസ്ട്രിയിൽ. അപ്പൊ നമുക്ക് ഗംഭീര വില്ലൻ, നല്ല വില്ലൻ. എനിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എനിക്ക് ഐ കൻ ബ്ലൈൻഡ്ലി ബിലീവ്. ഇതിൽ എന്നെ ഞാൻ കൊല്ലപ്പെടുന്ന ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത് അതാണോ ഫൈനൽ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാണാൻ മോർ ദൻ 300 crores ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ബാലയ്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ട്രോളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ മനുഷ്യന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാം. 70 mm സ്ക്രീനിനകത്ത് എൻ്റെ ഈ കണ്ണിന്റെ ഈ കൃഷ്ണമണി മാത്രം അവർ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓദില 2-ല് 128 വയസ്സായ ഒരു ബാബാജി ക്യാരക്ടറാണ്. എൻ്റെ ഫേസ് ഫുൾ ചുരുങ്ങി ഒരു 128 വയസ്സായ ഒരാളാക്കി എനിക്ക് നഖം നീട്ടി വളർത്തി ആ ലെവലിൽ മേക്കപ്പ് അവർ ചെയ്തത് എൻ്റെ ഒരു ദിവസത്തെ ഷൂട്ട്. അന്ന് എനിക്ക് അഖണ്ഡ 2-ലെ ഒരു ഷാർപ്പ് ലുക്കും ഒരു ഡയലോഗും അറിയില്ല, എനിക്ക് പറഞ്ഞാൽ മതി. Hey guys, Chai Talks with Vibe Good ആയ ദേവു സൂപ്പർ എക്സൈറ്റഡ് ആണ്. വൈ ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് മൂവി പ്രൊമോഷൻ ആണ്. അഖണ്ഡ 2 താണ്ഡവ് എന്ന മൂവിയിലെ ഗംഭീര വില്ലൻ, നല്ല വില്ലൻ. ആ ചിരി ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. മൂവി ഇന്ന് റിലീസാണ്. വമ്പൻ ഹിറ്റാണ് തെലുങ്കു ഇൻഡസ്ട്രിയിൽ. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. അഖണ്ഡ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ടോട്ടലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റ് മൂവി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഗംഭീര വില്ലൻ എന്ന് പറയുന്ന തുടക്കത്തിലുള്ള ഒരു ആ സ്റ്റോറി ലൈൻ തുടങ്ങുന്ന പോർഷനിൽ തന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു പൊളിറ്റീഷ്യന്റെ മന്ത്രവാദത്തിലൂടെ പൊസിഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അഖണ്ഡ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എൻ്റെ മകൻ അതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആ മുറിവേറ്റ മന്ത്രവാദിയും എൻ്റെ മകനും എല്ലാം കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പോർഷനൊക്കെ അതിനകത്തൊരു സ്റ്റോറി ലൈനിൽ വരുന്നുണ്ട്. വൈ ഇറ്റ് ഇസ് സ്പെഷ്യൽ ടു മീ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഹിറ്റായപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മൂവി. പിന്നെ ബാലയ്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ട്രോളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലീനിയേജ് നോക്കിക്കഴിഞ്ഞാൽ നന്ദമുറി താരക രാമറാവു, NT രാമറാവു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മകൻ ആൻഡ് പൊളിറ്റിക്കൽ സക്സസർ, ഹിന്ദുപൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA, സെൻട്രലുമായിട്ടൊക്കെ സംസാരിക്കുന്നതിന്റെ ആ ഒരു ഫ്രീഡം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്രയും വലിയൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. വലുത് ലൈക്ക് അവിടെ ഹീസ് കൺസിഡർഡ് ബിഗ്. ആ മനുഷ്യന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാം. അപ്പൊ രാവിലെ സെറ്റില് ബാബു ഗാరు వచ్చున్నారు അദ്ദേഹം വന്നു എന്നുള്ള ആ ഒരു ടെൻഷനും, പിന്നെ ബോയപ്പാട് ശ്രീനുവിനെ പോലെ ഒരു ഹിറ്റ് മേക്കർ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്നു. അവിടെ മലയാളികളായിട്ട് ഞാനും റോൺസനും ഉണ്ട്, അച്ഛനും മോനും. ഞങ്ങള് തെലുഗു സിനിമയിൽ ഇപ്പോ ഞാൻ അച്ഛനാണെങ്കിൽ റോൺസൺ മോനാണെങ്കിൽ ഞാൻ അച്ഛൻ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അഗൈൻ വി ഗോട്ട് ടു വർക്ക് ടുഗദർ. അപ്പോ ആദി പിൻസെറ്റിയെ പോലത്തെ ഒരു ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാലയ്യയുടെ കൂടെ വർക്ക് ചെയ്യുക, അവിടുത്തെ എൻവയൺമെന്റ് മനസ്സിലാക്കുക, റോൺസിന്റെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഇൻഡസ്ട്രീന്റെ ഒരു വാംത്ത് ആൻഡ് ഹാപ്പിനെസ്, ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും ആ വില്ലൻ സ്റ്റോറി ലൈനിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു മൂവി ചേട്ടനിലോട്ട് എത്തിയത്? മൂവി ഞാൻ നേരത്തെ തെലുങ്കില് 2 സിനിമ ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് മൂവി വന്നത് രാമബാണം, ഗോപിചന്ദിന്റെ മൂവിയായിരുന്നു. അത് ശ്രീവാസ് സാറിന്റെ മൂവിയായിരുന്നു. ശ്രീവാസ് സാറും അഗൈൻ ഗ്രേറ്റ് ഹിറ്റ് മേക്കർ. അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മള് നല്ല ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഓദില 2 എന്ന് പറഞ്ഞിട്ട് അതിലൊരു 128 വയസ്സായ ബാബാജിന്റെ ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ടാണ് അഖണ്ഡ ചെയ്തത്. അപ്പൊ അഖണ്ഡ ചെയ്തത് എന്റെ തെലുഗുലെ മാനേജർ ചലപതി റാവു ഗാരു. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എനിക്ക് ഐ കൻ ബ്ലൈൻഡ്ലി ബിലീവ്. കാരണം അത്ര നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ ഇൻഡസ്ട്രിയിലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ നല്ല സിനിമകൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചോയ്സിന്റെ ആ ഒരു പ്രശ്നം ഇല്ല. എനിക്ക് അവിടെ സിനിമ ചൂസ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്തോളും എന്നുള്ളൊരു സമാധാനമുണ്ട്. നല്ലൊരു മനുഷ്യനാണ് ഇത്. അപ്പോ ഇറ്റ് ആക്ച്വലി കംസ് മേ ബി അവർക്ക് വേണ്ട ലുക്ക് എന്ന് പറഞ്ഞാൽ റോൺസന്റെ അച്ഛൻ
അല്ലെങ്കിൽ എന്റെ മകൻ റോൺസൺ എന്നുള്ള ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ താടിയായിരിക്കാം, ചിലപ്പോൾ സൈസ് ആയിരിക്കാം. കാരണം നമുക്കൊരു ഹീറോയിനെ ഇടിച്ചിടാൻ വലിയൊരു സാധനം വേണമല്ലോ. ചെറിയ സാധനങ്ങൾ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ഹീറോ വലുതല്ല. അപ്പോ സൈസ് റിയലി ഹെൽപ്സ്. ഇപ്പൊ പൊതുവെ പണ്ട് ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ആൾക്കാർ പറയും, ഒന്നില് ആന്ധ്രയിൽ പോയി നോക്ക്, അല്ലെങ്കിൽ പഞ്ചാബിൽ പോയി നോക്ക്, കാരണം വലിയ സൈസ് അവിടെയുള്ളൂ. അപ്പൊ ആ വലിയ സൈസ് ഇറ്റ് ഹസ് ഹെൽപ് മീ. അതാണ് ഒരു കാരണം. ശരി. അപ്പം മൂവിയില് ഇപ്പോ ഒരുപാട് ഒരുപാട് ഡ്രീമാണ് ഒരു മൂവിയിലേക്ക് വരാന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും ഈ ഒരു തെലുങ്ക് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നുന്നു, മലയാളം ഇൻഡസ്ട്രിയിൽ ന്യൂ കമേഴ്സിന്റെ വരവ് ഇല്ലാന്ന് തന്നെ പറയാം. കൂടുതലും വരുന്നത് ഇതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് മേ ബി കുറച്ചുകൂടിയും ഈസി ആയിരിക്കും. അപ്പോ മലയാളത്തില് ആദ്യത്തെ ഇത് പറയുകയാണെങ്കിൽ മേനോൻ ചേട്ടൻ, ബാലചന്ദ്രൻ മേനോൻ ചേട്ടൻ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചില ആക്ടേഴ്സ്, ഇപ്പൊ മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ എന്നുള്ള ഹീറോയിൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ മേനോൻ ചേട്ടനാണെങ്കിൽ എല്ലാത്തിലും ഹീറോയിൻ പുതിയതായിരിക്കും. നമുക്ക് തന്നിട്ടുള്ള അങ്ങനെ കുറെ സിനിമകളുണ്ട്. അങ്ങനെ ന്യൂ കമേഴ്സിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ സ്ലോലി വി ആർ കമ്മിങ് ഇൻ ടു ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലിം എടുക്കുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. അതൊരു ലോബി പോലെ ആയി തുടങ്ങി. അത് മോശം എന്നല്ല പറയാ, അവർക്ക് ഇപ്പൊ ഒരു കമ്പനി പോലെ നമ്മളൊരു സിനിമ എടുക്കുന്നു, അപ്പടാ കഴിഞ്ഞ സിനിമകളിൽ എല്ലാവരും വിളിക്കും, തട്ടിക്കൂട്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ക്ലൗഡ് ഫോം ചെയ്ത് തുടങ്ങിയിട്ട് അവിടെ അങ്ങനെയല്ല. അവിടെ അവർക്ക് ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അവർക്ക് ക്യാരക്ടറിന് എന്ത് ടൈപ്പാണോ വേണ്ടത് അങ്ങനെ. നമ്മുടെ ഇൻഡസ്ട്രീന്റെ ഒരു എക്സ്പാൻസിന്റെ ഡിഫറൻസ് പറയാം. ഇപ്പോ ഈ സിനിമ ഇപ്പൊ നമ്മൾ അഖണ്ഡ എന്ന് പറഞ്ഞാൽ മോർ ദൻ 300 crores ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ 300 crores എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലാണ്. കാരണം ഇവിടെ 50 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ സിനിമ ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 സിനിമ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഡിഫറൻസസ് നമുക്ക് റിലീസ് സെന്റേഴ്സ് 63 ക്ലാസ് റിലീസ് സെന്റർ ആണ് കേരളത്തിലുള്ളത്. ഇത് തന്നെ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ 300-ലേറെ റിലീസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീനെക്കാളും 5 ഇരട്ടി വലിപ്പമുണ്ട് തമിഴില്. അപ്പൊ നമ്മൾ 1 കോടിക്ക് ഒരു സിനിമ എടുക്കാന്നുണ്ടെങ്കിൽ തമിഴിൽ അത് 5 കോടിക്ക് എടുത്താൽ പ്രശ്നമില്ല. കാരണം റിലീസ് മാറ്റേഴ്സ്. ഒരു ദിവസം റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ ഇവിടെ കിട്ടും, അതിന്റെ 5 ഇരട്ടി അവിടെ കിട്ടും. ഈ 300 തമിഴ്നാട്ടിലുള്ളപ്പോൾ നമ്മൾ ആന്ധ്ര, തെലങ്കാന ഈ 2 സംസ്ഥാനങ്ങളിലും നമ്പർ ഓഫ് തിയേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ 1600-ലേറെ തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ദിവസം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെറ്റ്സ് സേ 50 തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ 50 ഇവിടെ കിടക്കുന്നു, 1500 ഇവിടെ കിടക്കുന്നു. അത്രയും വലിയ ഇൻഡസ്ട്രിയാണ്. സോ ഇറ്റ് ഇസ് മോർ ദാൻ സേ 5 times ബിഗർ ദാൻ തമിഴ് ഇൻഡസ്ട്രി. പിന്നെ തെലുങ്ക് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവർ മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും ഇറക്കും. മലയാളത്തിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അഥവാ എങ്ങാനും ഒരു റീമേക്ക് പോയാലേ ഉള്ളൂ. റീമേക്ക് അല്ല, ഇത് ഡബ് ചെയ്ത് അപ്പൊ തന്നെ ഇറക്കുകയാണ്. പിന്നെ നമ്മൾ OTTക്ക് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇവർ OTTയിലും ഇവർ എൻകാഷ് ചെയ്യും. ഓൾറെഡി അഖണ്ഡ 2 നെറ്റ്ഫ്ലിക്സിലേക്ക് സോൾഡ് ആണ്. അപ്പൊ ഒരു 2-3 ആഴ്ചക്കകത്ത് തന്നെ നെറ്റ്ഫ്ലിക്സിലേക്കും വരും. പിന്നെ നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ്, അതായത് ആസ് എ ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ആ സിനിമ OTTയിൽ വരുമോ, അപ്പൊ നമുക്ക് അപ്പൊ കണ്ടാ പോരെ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു ടെലിഗ്രാമിൽ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് തിയേറ്ററിൽ പോകാൻ മടിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മൾ. റൈറ്റ്? തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ദേ ലൈക്ക് വാച്ചിങ് മൂവീസ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പാലഭിഷേകമൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. തെലുങ്ക് ദ വേ ഓഫ് ലൈഫ് എ സിനിമ. അവർക്ക് സിനിമ തിയേറ്ററിൽ സിനിമ കാണണം, അവർക്ക് പോപ്കോൺ കഴിക്കണം. അപ്പൊ ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ്, അതായത് ഒരു ഇരുണ്ട മുറിയിൽ ഒരു വലിയൊരു തിരയിൽ കാണിക്കുന്ന ഒരു സിനിമ, ആ സിനിമയെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രീമിയർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തിരുപ്പതി പോയി. തിരുപ്പതിയിൽ ആദ്യം ഞാൻ കയറി വരുമ്പോൾ അവർക്ക് അറിയില്ല ഞാൻ ആ സിനിമയിലുണ്ടെന്ന് അറിയില്ല. ഞാൻ അവിടെ ഇരിപ്പുണ്ട്, കണ്ടു, പോയി. ഇന്റർവെൽ ആയി കഴിഞ്ഞപ്പം എൻ്റെ സീൻസ് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഒരാൾ നോട്ട് ചെയ്തു, അയാൾ ആ സ്ഥലം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും സ്നേഹമാണ്, വില്ലനായിട്ട് പോലും. ദേ അക്സെപ്റ്റ് പീപ്പിൾ. പക്ഷെ നമ്മുടെ മലയാളി കൾച്ചർ അത് മോശം എന്നല്ല പറയുന്നത്. നമുക്ക് നാടൻ, അവർക്ക് നടനാവാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കുറെ പേരുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നവർ കുറെ പേരുണ്ട്. ഇപ്പൊ സീരിയലില് ഞാൻ ഇപ്പൊ തൃശ്ശൂർ വരുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും വന്നിട്ട് മുത്തശ്ശനല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിക്കുന്നവരുണ്ട്. ചിലരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട്, അവന് വേറെ പണിയെടുക്കാൻ പറ്റാത്ത സീരിയൽ അഭിനയിക്കുന്നു. നോ, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. അതെ അതെ, സത്യം. അപ്പോ
അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയും അവരുടെ ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നൗ ആസ് എൻ ആക്ടർ ഓർ ആസ് എ ടെക്നീഷ്യൻ എനിക്ക് ഇൻഡസ്ട്രി ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ നമ്മളിപ്പോൾ ചില സിനിമയിൽ ലൈറ്റേ ഉണ്ടാവില്ല. അവർ ആദ്യം തന്നെ പറയും ഞങ്ങളുടെ ലൈറ്റ്സ് ഒന്നുമില്ല, നാച്ചുറൽ ലൈറ്റും റിഫ്ലക്ടറും, ചിലപ്പോൾ റിഫ്ലക്ടറും ഉണ്ടാവില്ല, ചിലപ്പോൾ ഞങ്ങൾ സാധാരണ മറ്റേ സിൽവർ ഫോയിൽ ഇട്ടിട്ടൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഐ അഗ്രി. തെലുങ്കില് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഗ്രിപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് മ്യൂണിക്കില്, ജർമ്മനിയിലുള്ള അവിടുത്തെ എക്യുപ്മെന്റാണ് വരുന്നത്. അവർക്ക് ഒരു ട്രോളി എന്ന് പറഞ്ഞാൽ മെക്കനൈസ് ട്രോളിയാണ്, ആള് തള്ളതൊന്നും വേണ്ട, അത് മൂവ് ചെയ്യാൻ മോട്ടറൈസ്ഡ് ആണ്, അതിന്റെ ഹൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. എനിക്ക് ടെക്നിക്കൽ സൈഡ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ സിനിമ ഓദില 2 വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പ്രോബ്ലെൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ വളരെ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു 70 mm സ്ക്രീനിനകത്ത് എന്റെ ഈ കണ്ണിന്റെ ഈ കൃഷ്ണമണി മാത്രം അവർ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് പ്രോബ്ലെൻസ്. അപ്പൊ അങ്ങനെ പ്രോബ്ലെൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കാണുന്നത് നമുക്കൊരു ആസ് എൻ ആക്ടർ അത് വലിയൊരു രസമാണ്. അപ്പൊ ഇത് പഠിക്കാനും കാണാനും അവരുടെ വർക്ക്. ഇപ്പൊ ഓദില 2 128 വയസ്സായ ഒരു ബാബാജി ക്യാരക്ടറാണ്. അപ്പൊ സ്കിന്നിനെ അവർ മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാറ്റക്സ് ഇട്ട്, ലിക്വിഡ് ലാറ്റക്സ് ഇട്ട് അതിനെ ഉണക്കി ചുളുക്കി എന്റെ ഫേസ് ഫുൾ ചുരുങ്ങി ഒരു 128 വയസ്സായ ഒരാളാക്കി എനിക്ക് നഖം നീട്ടി വളർത്തി ആ ലെവലിൽ മേക്കപ്പ് അവർ ചെയ്തത്. എന്റെ ഒരു ദിവസത്തെ ഷൂട്ട്, അന്ന് എനിക്ക് ആഹാരം കഴിക്കാൻ പോലും ശരിക്കും പറ്റില്ല, കാരണം ഫുൾ നഖമാണ്, വാഷ്റൂമിൽ പോകാൻ പറ്റില്ല. ബട്ട് ഐ ഫീൽ ഹാപ്പി ദാറ്റ് ഐ എം വർക്കിംഗ് ദർ. മലയാളം സിനിമയിൽ എല്ലാ ഇതിലും അല്ല, ചില സെറ്റിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോയി നമ്മുടെ ഡ്രസ്സ് യൂസ് ചെയ്ത് നമ്മൾ അവിടെ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വായിന്ന് ചീത്ത കേൾക്കും. ബിക്കോസ് ദേ ഫീൽ ഞങ്ങളൊന്നും വലിയ ആൾക്കാരാണ്, നിങ്ങൾക്ക് ആഫ്റ്റർ ഓൾ ഒരു ആക്ടർ അല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അവിടെ അങ്ങനെയല്ല. അവിടെ ഞാൻ ചെന്നെത്തുമ്പോൾ എന്റെ ക്യാരവനിൽ കൃഷ്ണൻ ഗാരു എന്ന് പേര് എഴുതി, എനിക്ക് എന്റെ അസിസ്റ്റന്റ് ഓൾറെഡി കുടയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു, സെറ്റിൽ എനിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. യു ഫീൽ കംഫർട്ടബിൾ ആൻഡ് ഫീൽ ലൈക്ക് വർക്കിംഗ് മോർ ആൻഡ് മോർ. അല്ലേ? മലയാളം ഇൻഡസ്ട്രിയിലെ ചില ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കംഫർട്ടബിളാണ്. പക്ഷെ ഇങ്ങനെയും ഉണ്ട്. അപ്പൊ വി ഹാവ് എ മിക്സ്ഡ് കൈൻഡ് ഓഫ് ടെക്നിക്കൽ സൈഡ്. പിന്നെ ഇവിടെ ബയസ്ഡ് ആണ്. അതായത് അവന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആക്ടറായി. അവിടെ അങ്ങനെയല്ല. അവിടെ ആക്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ വലിയ കഴിവുള്ളത് കൊണ്ടാണ് ആക്ടർ ആയത്. റൈറ്റ്? അപ്പൊ എബിലിറ്റി ടു ആക്ട്, അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുഗു. സെക്കൻഡ് ഐ വുഡ് സേ തമിഴ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് മലയാളത്തിന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇത്രയും ലാംഗ്വേജസിൽ ഇതാവുമ്പോ എനിക്ക് തോന്നുന്നു ആക്ടിങ് എന്ന് പറയുന്നതിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ, ഒരു നടൻ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ ഏതൊരു സീനാണെങ്കിലും ഏതൊരു സംഭവങ്ങളാണെങ്കിലും ആ നടൻ ആ ഒരു സംഭവം മാത്രമാണ് നോക്കുന്നത്, അല്ലെ? ഇപ്പൊ ചോദിക്കാച്ചാ ഇതില് ഏതിലാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം, ഇഴുകി ചേർന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, അത് 3 ലാംഗ്വേജ് ആയാലും ഓർ ഇനിയിപ്പോ ഏത് ലാംഗ്വേജ് ഞാൻ ചെയ്താലും ആസ് എൻ ആക്ടർ എനിക്ക് ആക്ഷൻ എന്ന് പറയുന്ന തൊട്ട് കട്ട് എന്ന് പറയുന്നവരെ മാത്രമാണ് ഞാൻ ആക്ടർ. ഓക്കെ. അത് ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ ഓക്കെയാണ്. ബിക്കോസ് ആ ക്യാരക്ടറായിട്ട് എനിക്ക് മാറാൻ സമയം കിട്ടണം, അത്ര മാത്രമേ എനിക്കിതുള്ളൂ. അതിപ്പോ സീരിയൽ വർക്ക് ചെയ്യുമ്പോഴും പത്രമാറ്റ് ചെയ്യുമ്പോഴും ഷൈജു സാർ ആയാലും ഹാരിസൺ സാർ ആയാലും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മുത്തശ്ശനാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോഴും ഞാൻ ക്രിസ് വേണുഗോപാലായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഞാനൊരു വക്കീലായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, അത് കാര്യമില്ല. എനിക്ക് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറണം. ഇപ്പൊ രാമബാണം സിനിമയിൽ ഞാൻ മുഖർജി എന്ന് പറഞ്ഞൊരു ഡോൺ ക്യാരക്ടറാണ്. എന്റെ ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും മാറണം. ഓദലയിൽ ഞാനൊരു സന്യാസിയാണ്, 228 വയസ്സ്. അവിടെ വന്നിട്ട് ഞാൻ എനിക്ക് മറ്റേ സൂട്ടും ജാക്കറ്റും ഇല്ലാതെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ അഖണ്ഡ വർക്ക് ചെയ്യുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആണ്, അപ്പൊ ബോഡി ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോ പ്രജേഷ് ചേട്ടന്റെ സിനിമ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, റിലീസായിട്ടില്ല, ഹുഡിനി എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ ഹുഡിനി ദ കിങ് ഓഫ് മാജിക്. അപ്പൊ അതിനകത്തൊരു സ്ട്രീറ്റ് മജീഷ്യൻ ആണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പ്രജേഷ് എന്നോട് ചോദിച്ചത്, ഈ സ്ട്രീറ്റ് മാജിക് എന്ന് പറഞ്ഞ് അങ്ങ് എക്സ്പ്ലെയിൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സഞ്ജുനാഥ് ലാൽനാഥ് വാടി അതുപോലെ അല്ലേ? കാരണം എനിക്ക് മുതുകാട് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഈ സഞ്ജുനാഥ് ലാൽനാഥ് വാടി എന്ന് പറഞ്ഞ വയസ്സായ ഒരു ഗുജറാത്തി മജീഷ്യൻ, പുള്ളിക്കാരൻ എല്ലാരും ചുറ്റും നിൽക്കെ ഒരു ഫോറിനറുടെ ബാക്കിൽ നിന്ന് ഇഷ്ടിക ബാക്കിൽ നിന്ന് കൊണ്ടിരുന്നു, മുയൽ കൊണ്ടിരുന്നു, തേള് കൊണ്ടിരുന്നു, പെരുമ്പാമ്പിനെ കൊണ്ടിരുന്നു, ഒന്നുമില്ല, ചുറ്റും ആളാണ്. അപ്പൊ പ്രോപ്സ് ഒന്നുമില്ലാതെ ഈ മാജിക് കാണിക്കുന്നത് കണ്ട് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രജേഷി ചോദിച്ചത്, ഞാൻ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു,
ഓഹോ അത് ശരി. അദ്ദേഹം റിപ്പോർട്ടറായിട്ട് അന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുതാദ് സാറിന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഷോ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ പിന്നെ ഇറ്റ് വാസ് ഈസി ഫോർ അസ്. അപ്പൊ ആ ക്യാരക്ടർ ഇറ്റ്സ് ഓൾറെഡി സെറ്റ്. രണ്ടുപേർക്കും അറിയാം. അദ്ദേഹം പറയേണ്ട കാര്യമില്ല, എനിക്കും പ്രശ്നമില്ല. വി ആർ ഈസിലി അണ്ടർസ്റ്റുഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഈ ക്യാരക്ടർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ ചാടിക്കയറി നമുക്ക് ഒരു ആക്ടറിനും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പത്രമാറ്റിലും അത് തന്നെ. ഈ മുത്തശ്ശൻ എന്റെ അച്ഛനും അല്ല എന്റെ അമ്മയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനെയും മിക്സ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. ഇറ്റ്സ് ഈസി ഫോർ മീ. ഓക്കെ. അപ്പം ചില ക്യാരക്ടേഴ്സ് കിട്ടുമ്പോ ചേട്ടനിപ്പോ ആ ഒരു ക്യാരക്ടറിനെ കോപ്പി ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ മജീഷ്യന്റെ കാര്യം പറഞ്ഞ പോലെ ചില ക്യാരക്ടേഴ്സ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. അപ്പോ ആ ഒരാളെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ആ ആളെ പറ്റി പഠിക്കാനോ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു മിറർ വർക്ക് അങ്ങനെ പ്രാക്ടീസ്, ചേട്ടൻ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, ഇപ്പൊ ഒരു വില്ലന്റെ ആയിരിക്കില്ല ഒരു മജീഷ്യന്റെ. അതേപോലെ ഈ അഖണ്ഡ 2-ല് എന്തെല്ലാം എത്ര ദിവസത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇല്ല, സി അഖണ്ഡ ദ ക്യാരക്ടർ അവർക്ക് എന്നെ പോലത്തെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു ഇങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ക്യാരക്ടറാണ്. അപ്പൊ പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ടുള്ള ഡിഫറൻസസ് ഒന്നുമില്ല. പിന്നെ ഡയലോഗ്സ് പഠിക്കാം, തെലുങ്കിലുള്ള ഡയലോഗ്സ് പഠിക്കാം. അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ശ്രീനു സാറും നല്ല ഹെൽപ്ഫുൾ ആണ്. മലയാളം ഡയലോഗിനേക്കാളും കുറച്ച് പഞ്ച് കൂടുതലല്ലേ? അത് തമിഴില് 5 ഇരട്ടിയാണെങ്കിൽ അവിടെ 15 ഇരട്ടിയാണ്. അതിലേതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയോ? ഫസ്റ്റ് മൂവിക്കകത്തുള്ള ഇത് തന്നെ, ഓക്കര കള്ളു മുന്തി ഓക്കര ചാവാലി, ഒരാളുടെ കണ്ണിന് മുന്നേ മറ്റേ ആളെ കൊല്ലണം. അപ്പൊ ഇങ്ങനത്തെ വില്ലനിസം ഒക്കെയാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പൊ എനിക്ക് അഖണ്ഡ 2-ലെ ഒരു ഷാർപ്പ് ലുക്കും ഒരു ഡയലോഗും അതറിയില്ല, എനിക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു ഷാർപ്പ് ലുക്കും ഡയലോഗും ചേട്ടന് ഏറ്റവും എല്ലാ ഇത് കറക്റ്റ് ഇങ്ങനെ ഇഴുകി ചെന്ന് ചെയ്താൽ എന്നാലും ചേട്ടന് മോസ്റ്റ് ഫേവറേറ്റ് ആ ഒരു പർട്ടിക്കുലർ സീൻ, ഹൈലൈറ്റ് സീൻ, ഒരു വാവ് സീൻ? അല്ല, വാവ് സീൻ എന്നെ കൊല്ലുന്ന ഇത് തന്നെയാണ്. അതിനകത്ത് ആ നിലവിളി മാത്രമേ ഉള്ളൂ. ദ ബെസ്റ്റ് തിങ് ഇസ് ബാലയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ബാലയ സാറിന്റെ ഇന്നലെ റിവ്യൂ ഇറങ്ങിയ സമയത്തും എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, വ്യൂവേഴ്സ് പറയാ നോ ലോജിക്, ഓൺലി ബാലയ മാജിക്. കാരണം നമുക്ക് എല്ലാ ദിവസവും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ കടത്തിൽ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ദ്രോഹിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ പുറകിൽ നിന്ന് പിച്ചി, ഇത് സിനിമയിൽ കാണേണ്ട കാര്യമില്ല. ഞാൻ നേരിട്ട് ബസ്സിൽ പോയാൽ എനിക്ക് കാണാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ അനുഭവിക്കാം. അവിടെ 40 പേരെ ഒരാൾ തൂക്കിയെടുത്ത് വലിച്ചെറിയുന്നു, അയാൾ ബുള്ളറ്റ് കൈകൊണ്ട് പിടിച്ചിട്ട് തിരിച്ച് വലിച്ചെറിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു. ഇതെല്ലാം കാണാനാകുമ്പോൾ ഫാന്റസി കാണാനല്ലേ കുറച്ചുകൂടെ രസം. അത് തെലുങ്കില് ആവോളം ഉണ്ട്. അപ്പോ ഇതിൽ എന്നെ ഞാൻ കൊല്ലപ്പെടുന്ന ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത് അതാണോ ഫൈനൽ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ സിനിമ. അപ്പോ ശൂലം വലിച്ചെറിഞ്ഞ് എന്റെ കഴുത്തിൽ കുത്തിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ തട്ടുമ്പോൾ ശൂലം ഇങ്ങനെ കറങ്ങി എന്റെ തല ഇറക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, കൊള്ളാലോ, ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ശൂലം അങ്ങനെയൊന്നും പോകത്തില്ല, അത്ര ഹെവി ശൂലം. ചുമ്മാ കൈകൊണ്ട് തട്ടും ഇങ്ങനെ ഒരാളുടെ തല. ബട്ട് ഇറ്റ്സ് ഫൺ ടു വർക്ക്. അതായത് ബാലയെ പോലത്തെ ഇത്രയും വലിയൊരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ്. പിന്നെ ആദി പിൻസെട്ടി ഇത്ര ഫ്രണ്ട്ലി ആയിട്ട്, എനിക്ക് അതാണ് അത്ഭുതം തോന്നുന്നത്. ആദി പിൻസെട്ടിയെ പോലത്തെ വലിയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അയ്യപ്പജി, അദ്ദേഹം നമ്മുടെ തെലുങ്കിലെ സായ്കുമാറിന്റെ ബ്രദറാണ്. അപ്പൊ അയ്യപ്പ ശർമ്മ എന്ന് പറഞ്ഞാൽ ഡബിങ്ങിലും ആക്ടിങ്ങിലും ഓൾമോസ്റ്റ് എല്ലാ തെലുങ്ക് സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെത്ര ഡൗൺ ടു എർത്ത് ആണ്. ആസ് എൻ ആക്ടർ അവരെത്ര അക്കോമഡേറ്റീവ് ആണ്. അവിടുത്തെ എക്സ്ട്രാ ഇപ്പൊ സ്റ്റണ്ടിൽ വരുന്ന ആൾക്കാർ പോലും അവർക്ക് വലിയ സന്തോഷമാണ്. അതിൽ ഒരാൾ വന്നിട്ട്, സർ രാമബാണം യു വർക്ക്, ഐ വാസ് ഓൾസോ ദേർ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കാണിച്ചു. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിസ്റ്റിന്റെ അടുത്തുള്ള സ്നേഹവും ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് തന്നെയാന്ന് തോന്നുന്നു ആ ഇൻഡസ്ട്രി അത്രയും നന്നായിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല, ആ സിനിമ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന, കുട്ടിക്കാലം തൊട്ട് തന്നെ അറിയാവുന്ന ഒരാള് 2-3 സിനിമ ചെയ്തു. അപ്പൊ ഒരു നല്ല ക്യാരക്ടർ ചെയ്ത വ്യക്തി. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അത് ബാലയുടെ കയ്യിൽ നിന്നില്ല. ആദ്യം തന്നെ വന്നപ്പോ ഹൗസ് ലാൽ, മോഹൻലാലിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ നമുക്ക് അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ. അപ്പൊ ലാലേട്ടനെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കാരണം ഞാൻ ലാലേട്ടൻ ഞങ്ങളുടെ റേഡിയോന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം 2-3 ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആ ഇതുണ്ട്. എന്തുകൊണ്ടാണ് ബാലയ്യ അങ്ങനെ ലാൽ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത്? യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കാരണം അവർക്ക് ആ വാംത്ത് ആണ്, സ്നേഹമാണ്. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങ് എത്ര കോടീശ്വരനായിരിക്കാം, പക്ഷെ ദേ ആർ ഡൗൺ ടു എർത്ത്. ഞങ്ങളുടെ ഈ അഖണ്ഡയിൽ തന്നെ വർക്ക് ചെയ്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, ഹീസ് എ പ്രൊഡ്യൂസർ.
അത് ശരി. അപ്പൊ പുള്ളിക്കാരൻ അടുത്ത സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ സിനിമ എടുക്കുന്നുണ്ട്. ഞാൻ പ്രൊഡ്യൂസറാണോ ജൂനിയർ ആർട്ടിസ്റ്റ്? അവൾ അങ്ങനെയല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ടെക്സ്ചർ ഓഫ് പീപ്പിൾ ഐ റിയലി എൻജോയ്. അത് ശരിക്കും ആ ഇൻഡസ്ട്രിയിൽ കാണുന്നത്. ഇപ്പൊ ആദി വിൻസെറ്റി അങ്ങനെ നമ്മുടെ നിക്കി ഗൽറാണിയുടെ നമുക്ക് അങ്ങനെയാണല്ലോ അറിയാം. ഇപ്പൊ നിക്കി ഗൽറാണി അവിടെ സെറ്റിൽ വന്നു, ആദി പോകുന്നുണ്ട്. അപ്പൊ ദേ കൻ ഷോ ദെയർ ആറ്റിറ്റ്യൂഡ് എത്ര വേണേലും. പക്ഷെ അതില്ലാതെ ആദി സംസാരിക്കുകയാണെങ്കിലും ലഞ്ച് ടൈമിലാണെങ്കിലും that warmth you get from them, you will want to work more and more. പിന്നെയും തെലുങ്ക് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും. പിന്നെ യെസ്, മലയാളം സിനിമയിൽ 50 ലക്ഷം രൂപയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ എത്ര രൂപ കിട്ടും നമുക്കറിയാം. എത്ര ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ 50 ലക്ഷം എന്നുള്ളത് അറിയാം. അതിൽ പ്രൊമോഷൻസും കൂടെ പോയിട്ട് മാക്സിമം പ്രൊഡക്ഷനിൽ ലൊക്കേഷനും ആഹാരവും ആൾക്കാരുടെ റെമ്യൂണറേഷൻ എല്ലാം കൂടെ ചേർന്നാണ് ഈ 50 ലക്ഷം. വേറസ് ഒരു 300 കോടിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പൈസ കിട്ടും എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായി. So remuneration, the kind of love, the respect you get, നമുക്ക് കിട്ടുന്ന ആ കാരവന്റെ കംഫർട്ട് ആയാലും ശരി, ആൾക്കാരുടെ ഇന്ററാക്ഷൻ ആയാലും ശരി. ഇപ്പോ രാമബാണം വർക്ക് ചെയ്യുമ്പോൾ അഭിനയയുടെ അച്ഛൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ആനന്ദ് വർമ്മ. അപ്പൊ അഭിനയയുടെ അച്ഛനാണ് എന്ന് ഞാൻ അറിയുന്നത് പിന്നെയാണ്. അപ്പൊ ഞങ്ങൾ സീനിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടു. അപ്പൊ സിനിമ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് അഭിനയം അറിയാം, പണി സിനിമയിൽ സംസാരിക്കാൻ പറ്റാതെ പോയി. അപ്പൊ ആനന്ദ് മകളെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് ഹി വാസ് ടെലിംഗ് മീ, എനിക്ക് ആഗ്രഹം എന്റെ മകള് സാധിച്ചു, ലൈക്ക് ഷീ ഗോട്ട് ഫിലിം ഫെയർ അവാർഡ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആനന്ദ് വർമ്മയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഭിനയുടെ അച്ഛന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ അറിയുന്നത്. അത്രയും നേരം യു ആർ ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ്. അപ്പൊ അതുപോലെ ഓരോ സിനിമയിലും ഇപ്പൊ ഗോപിചന്ദിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനും റോൺസൺ ഇങ്ങനെ നോക്കിയിട്ട് ആദ്യത്തെ ദിവസം ഒരു ഇന്നോവ ക്രിസ്റ്റയില്. അപ്പൊ റോൺസൺ പറഞ്ഞു എന്ത് പാവം മനുഷ്യൻ, ഇന്നോവ ക്രിസ്റ്റയിൽ വന്നിരിക്കുന്നു. അടുത്ത ദിവസം അതേ നമ്പർ വേറെ രജിസ്ട്രേഷൻ ബെൻസ് വരുന്നു, ഒരു ദിവസം BMW വരും. ഒരു ദിവസം ക്രിസ്റ്റയിൽ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഹി വാസ് വെരി അക്കോമഡേറ്റീവ്. നമ്മൾ സംസാരിക്കുമ്പോഴും അത്ര റെസ്പെക്റ്റോട് സംസാരിക്കും. യു ഫീൽ ദാറ്റ് യെസ് അവർ നല്ല ആർട്ടിസ്റ്റാണ്. ദൈവകടാക്ഷമുള്ള അല്ലെങ്കിൽ ഈ സരസ്വതി കടാക്ഷം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ആ ആക്ടേഴ്സിന്റെ കൂടെയും ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യും. അവരും അത്രത്തോളം താഴ്ന്ന് അവർക്കിതൊരു ആർട്ടാണെന്നുള്ള റെസ്പെക്ട് കൂടി കാണുന്നത് അതുണ്ട്. മോർ കംഫർട്ട് അല്ലേ? കംഫർട്ട് ആൻഡ് വി ലേൺ. ഇതാണ് കലയെ ഉപാസിക്കുന്ന ആൾക്കാർ. ഇവിടെ ബിസിനസ്സാണ്. 50 ലക്ഷം രൂപ ഇട്ടിട്ട് എങ്ങനെ 10 കോടി ഉണ്ടാക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. തെറ്റല്ല, ഞാൻ പറയുന്നത് ബിസിനസ്സാണ്, ശരിയാണ്, പൈസ ഉണ്ടാക്കണം. ഇപ്പോ അഖണ്ഡ 300 കോടിയോ 330 കോടിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000 കോടി ഉണ്ടാക്കാൻ നോക്കും. 50 ലക്ഷം ഇട്ടിട്ട് ഈ 1000 കോടി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. ക്വാളിറ്റി സഫേഴ്സ്. അപ്പൊ എനിക്ക് ഒരു ഞാൻ എന്തായാലും മൂവി ഡെഫിനറ്റ്ലി കാണും. ബട്ട് എനിക്കിപ്പോ ലൈവായിട്ട് ചേട്ടൻ്റെ അതിനകത്ത് ഒരു ഹാർഡ് സീൻ, ഷാർപ്പ് ലുക്കിനകത്ത് ഒരു കണ്ടിട്ടില്ലല്ലോ. ഷാർപ്പ് ലുക്ക് ഒക്കെ മറ്റേ പ്രീവിയസ് മൂവിയില് ആ ഡയലോഗാണ് നേരത്തെ പറഞ്ഞത് തന്നെ. ഒരേ ഒക്കര കള്ളു മുന്തേ ഒക്കര ചാവാലി. സോ അങ്ങനത്തെ നമ്മുടെ മീറ്ററേ അല്ല. ലുക്ക് മാറി. ഞാൻ ആക്ടിങ് പഠിപ്പിക്കുന്ന സമയത്തും പറയാറുണ്ട്, നമ്മള് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ കൂടുതൽ വൈറ്റും ഓവർ പവറിങ് ഇതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്ഭുതമാണെന്നുണ്ടെങ്കിലാണ് മേളിലും വൈറ്റ് വരുന്നത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറി, ആറ്റിറ്റ്യൂഡ് മാറി. സോ അതാണ് യൂഷ്വലി ഈ ബോഡി ലാംഗ്വേജ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലൈക്ക് ഡയലോഗ്സ് ഓക്കെ ഇറ്റ് ഹെൽപ്സ്, ബട്ട് മോർ ഓവർ ബോഡി ലാംഗ്വേജ് റിയലി വർക്ക്സ്. പിന്നെ దయచేసి అఖండ 2 థియేటర్లో వాచ్ చేసి താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസം മൂവി റിലീസും അത് വൻ ഹിറ്റാന്നും ചേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പറ്റത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല മൂവീസ് കിട്ടട്ടെ. അതും നമുക്ക് ഇങ്ങനെ ചായ് ടോക്സിലൂടെ ഷെയർ ചെയ്യാൻ പറ്റട്ടെ. Thank you so much. Thank you very much. Thank you so much.